ഒരു വശത്ത് സതീശൻ മന്ത്രിസഭയിലുള്ള പ്രതീക്ഷകൾ ജനങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന ചില പ്രഖ്യാപനങ്ങൾ കൂടി അദ്ദേഹം നടത്തുമ്പോൾ അതിന് മറ്റു ചില വശങ്ങൾ കൂടി ഉണ്ട് എന്ന് ഇപ്പോൾ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, ഇന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ അസംബ്ലി ഫ്ലോറിൽ നടക്കുന്നു. മന്ത്രിമാർ അവരുടെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനമുറപ്പിക്കുന്നു. അങ്ങനെ മന്ത്രിമാർ അവരുടെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനമുറപ്പിക്കുമ്പോൾ അസംബ്ലി കൂട്ടുമന്ത്രിസഭയിൽ സ്വാഭാവികം ഉണ്ടാകുന്ന ചില ശീലങ്ങളെ സതീശൻ എന്ന മുഖ്യമന്ത്രി തെറ്റിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യമേ ബോധ്യപ്പെടുന്നത്. തൊട്ടു മുമ്പുള്ള പിണറായി സർക്കാരിൻ്റെ കാലത്ത് കീഴ്വഴക്കം എന്ന തരത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്പീക്കറുടെ വലതുവശത്തുള്ള ഒന്നാമത്തെ സീറ്റിൽ ഇരിപ്പിടം ഉറപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ ഏറ്റവും മുതിർന്ന നേതാവും മന്ത്രിയുമായ ആളെ അവിടെ ഇരിക്കാൻ അവസരമുണ്ടാക്കുന്നു. മൂന്നാമതായി എത്തുന്നത്, പിണറായി സർക്കാരിൻ്റെ കാര്യം പറഞ്ഞാൽ മൂന്നാമതായി ഇരുന്നിരുന്നത് റോഷി അഗസ്റ്റിൻ എന്ന കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്നു. നാലാമത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയും അഞ്ചാമത് ശ്രീ ശശീന്ദ്രനെ പോലെയുള്ള മന്ത്രിമാർ ഇരുന്നതിന് ശേഷമായിരുന്നു CPIM-ന്റെ മന്ത്രിമാർ, ധനകാര്യമന്ത്രി ഉൾപ്പെടുന്ന ആളുകൾക്ക് സീറ്റുകൾ അറേഞ്ച് ചെയ്തിരുന്നത്. ഇത് ജനാധിപത്യപരമായ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെയും എല്ലാ കക്ഷികളെയും വേണ്ട വിധത്തിൽ ഫ്ലോറിനുള്ളിൽ, അസംബ്ലി ഫ്ലോറിനുള്ളിൽ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗവുമായിരുന്നു. എന്നാൽ ഇവിടെ സതീശൻ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒന്നാമത്തെ സീറ്റിലിരിക്കുമ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവായ ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ ഇരുത്തുക ശരിയായ ഒരു സമീപനമാണ്. എന്നാൽ മൂന്നാമത് വരേണ്ടത് ഐക്യജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കക്ഷിയുടെ പ്രതിനിധി, സ്വാഭാവികമായി കേരള കോൺഗ്രസ് ജോസഫിന്റെ പ്രതിനിധിയായി എത്തിയ മന്ത്രിയാണ് അവിടെ ഇരിക്കേണ്ടതെങ്കിൽ അവിടെ ശ്രീ സതീശൻ മുഖ്യമന്ത്രി ഇരുത്താൻ അവസരം കൊടുത്തത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കാണ്. നാലാമതെടുക്കുമ്പോൾ വീണ്ടും ഘടകകക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുതിർന്ന, ഏറ്റവും കൂടുതൽ MLA ഉള്ള മന്ത്രി ഗ്രൂപ്പിന്റെ മന്ത്രിയല്ല ഇരുത്തിയത്, മറിച്ച് മുൻ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനെയാണ്.